ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കിഴങ്ങും ബ്രെഡും വച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്ക് ആണ് കേട്ടോ. ഇന്ന് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ വളരെ രുചികരമായ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് കേട്ടോ ഇത്. ഇതിനാവശ്യമായിട്ട് ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനാവശ്യമായിട്ട് ഒരു പാൻ വച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചെറുതായി കനം കുറഞ്ഞരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് മല്ലിയിലയും ചെറുതായി നുറുക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പുഴുങ്ങി ഉടച്ചു വച്ചിരിക്കുന്ന കിഴങ്ങ് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്ത് നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 5-6 ബ്രെഡ് നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദമാവിൻ്റെ പൊടി നമുക്ക് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പരുവത്തിൽ ആകും വിധം നമുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബ്രെഡ് എടുത്ത് വച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വച്ചിരിക്കുന്ന മസാല കൂട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പരത്തി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു 4 കഷ്ണമാക്കിയത് പീസാക്കാം. ഫ്രിഡ്ജിൽ വച്ചിരിക്കുന്ന ബ്രെഡാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് മുറിച്ചെടുക്കാൻ സാധിക്കും. മുറിച്ചെടുക്കാൻ വളരെ എളുപ്പമുണ്ടാവും. അങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഈ ബ്രെഡ് കഷ്ണങ്ങൾ മൈദമാവിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് ഓരോന്നായി പാത്രത്തിലേക്ക് വച്ചു കൊടുക്കാം. നമുക്കിനി ഇത് ഫ്രൈ ആക്കേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്ത് വച്ചിരിക്കുന്ന സ്നാക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ മതിയാകും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായി ചെയ്യാൻ പറ്റിയ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാറായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് ഉഷാറായിട്ടുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.